ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജം ടോക്കിസ്. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഇന്നലത്തെ എപ്പിസോഡിൻ്റെയും ഇന്നലെ വന്ന പ്രൊമോൻ്റെയും ഇന്ന് വന്ന പ്രൊമോൻ്റെയും കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. ആസ് യൂഷ്വൽ നെവിനെ ലാലേട്ടൻ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലത്തെ ഫയറിംഗ് ഒന്നും നടന്നിട്ടില്ല എന്ന് പ്രൊമോയിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. അതേസമയം നെവിൻ്റെ സ്ഥാനത്ത് ഷാനവാസിക്ക ആയിരുന്നുവെങ്കിൽ ലാലേട്ടൻ ഷാനവാസിക്കാനെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടേനെ. ഇവർ ലാലേട്ടൻ ആയിരിക്കത്തില്ല, ബിഗ് ബോസ് ക്രൂ തന്നെ ഷാനവാസിനെ അവിടെ നിന്ന് പറഞ്ഞു വിട്ട് വീട്ടിൽ വിട്ടേനെ, എവിക്റ്റ് ആക്കി വിട്ടേനെ, അല്ലെ ഇജക്റ്റ് ചെയ്ത് വിട്ടേനെ, അല്ലെ വോക്കൗട്ട് ചെയ്ത് പോകാനേ പറഞ്ഞിരുന്നേ. ഇത്രയും സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഈ നെവിൻ ആയതുകൊണ്ട് മാത്രം അവിടെ ഒന്നും സംഭവിക്കുന്നില്ല. ജസ്റ്റ് എന്തോ ഒരു 7ൻ്റെ പണി, ഞാനിപ്പോൾ പറയുന്നില്ല 7ൻ്റെ പണി എന്താണെന്ന്, കൊടുത്തു വിട്ടിട്ടാണ് പോകുന്നത്. അല്ലാതെ ഫയറിങ്ങോ കാര്യങ്ങളോ ഒന്നും നടന്നിട്ടില്ല. എസ്റ്റർഡേ നൂറയാണ് ടിക്കറ്റ് ടു ഫിനാലെ ടാസ്ക് തൂക്കിയത്. ഒന്നും മിണ്ടാതെ ക്യൂട്ട്നെസ് ഇട്ട് അവിടെ വാരി വിതറുകയാണ് എന്ന് പറഞ്ഞവരുടെ മൂടി വെപ്പിച്ചതാണ്. ഇത്രയും കരുത്തായ ആണുങ്ങളുടെ ഇടയ്ക്കും ഗേൾസും ബോയ്സും ഉണ്ടായിരുന്നത് നൂറയ്ക്കാണ് ടിക്കറ്റ് ടു ഫിനാലെ. അങ്ങനെ ടോപ്പ് 5 നൂറ വന്നിരിക്കുകയാണ്. അപ്പോൾ അടുത്ത വീക്കിൽ എലിമിനേഷൻ കാണത്തില്ല നൂറയ്ക്ക്, ബാക്കി എല്ലാവരും എലിമിനേഷൻ തന്നെ ഉണ്ടായിരിക്കും. അപ്പം നൂറയാണ് ടിക്കറ്റ് ഫിനാലെ ജയിച്ചത്. അത് കൺഗ്രാറ്റ്സ് ടു നൂറ. നൂറയ്ക്ക് നല്ല എഫേർട്ട് എടുത്തിട്ട് തന്നെയാണ് നൂറ ചെയ്തത്. ഒരു കള്ളക്കളി ആരെന്നെ കൂട്ട് ഒരു കള്ളക്കളിയും ചെയ്തിട്ടില്ല. എനിവേ, പിന്നെ ഇന്നലെ നടന്ന കുറച്ച് സംഭവങ്ങൾ, അതായത് ഇന്നലെ സ്റ്റാർട്ട് ചെയ്ത് തന്നെ ഒരു വഴക്കിലായിരുന്നു. കിച്ചണിലെ വഴക്കിൽ തന്നെയാണ് യോഗട്ടിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അതായത് മിനിങ്ങാന്ന് രാത്രി ഈ അക്ബറും ആര്യനും നെവിനും കൂടെ ചേർന്നൊരു പ്ലാനായിരുന്നു യോഗട്ട് എടുത്ത് കഴിക്കുക എന്നുള്ളത്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് സംസാരങ്ങളും സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഷാനവാസിനെ എന്തായാലും പുറത്തു പോയി, ഇനി നമുക്ക് വേണ്ടത് അനീഷിനെ പുറത്തു വിടണം എന്നുള്ളൊരു ഗൂഢാലോചന അവിടെ നടത്തുന്നുണ്ടായിരുന്നു. അതൊക്കെ ലൈവിൽ ആൾക്കാർ കണ്ടിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അപ്പം അത് ഭാഗമായിട്ടാണ് നെക്സ്റ്റ് മോർണിംഗിൽ തന്നെ നൂറയ്ക്ക് അത് വിശക്കെന്ന് പറഞ്ഞു, നൂറയ്ക്ക് അത് വേണമെന്ന് പറഞ്ഞു. നൂറ നോക്കിയപ്പോഴത്തേക്കും യോഗട്ടിൻ്റെ ബാക്കി പകുതിയില്ല, അത് നെവിനാണ് കഴിച്ചത്. ആക്ച്വലി നെവിനെ എന്തിനാണ് ഈ ബിഗ് ബോസുകാർ ഇവിടെ തീറ്റിപ്പോറ്റി വെച്ചിരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. എവിക്ഷൻ നടന്നത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാളെയായിരുന്നു. എന്തുകൊണ്ട് നെവിനെ പറഞ്ഞു വിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പം ഇന്നത്തെ എപ്പിസോഡിൽ ഷാനവാസിക്ക വരില്ല, നാളത്തെ എപ്പിസോഡിൽ ഷാനവാസിക്ക കയറുന്നുള്ളൂ എന്നാണ് നമ്മൾ അറിയാൻ സാധിച്ചത്. എനിവേ, അത് പിന്നീട് നെവിന് പറയുന്നുണ്ട്, എൻ്റെ ഇന്നത്തെയും ഇന്നലത്തെയും ഷാനവാസിക്ക ഇല്ലാത്ത ഗെയിമിൻ്റെ പോയിന്റ് നെവിൻ ഷാനവാസിക്കക്ക് കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അക്ബർ പറയുന്നുണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അല്ലെങ്കിൽ തന്നെ ഷാനവാസിക്കയ്ക്ക് ഇവൻ്റെ ഔദാര്യം ആവശ്യമില്ല. ഇപ്പം നെവിൻ അവിടെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് ഷാനവാസിക്കയുടെ ഔദാര്യം കൊണ്ട് മാത്രമാണ്. പുള്ളിക്കാരൻ ചിലപ്പോൾ എന്ത് ചെയ്യുക, ഒരു എന്താ പറയുക, ഒരു കംപ്ലൈൻ്റ് ആയിട്ട് കൊടുത്തു കാണത്തില്ല. അതുകൊണ്ടായിരിക്കും നെവിൻ അവിടെ നിൽക്കുക. അല്ല നെവിൻ്റെ ഈ ബഹുമാനം കൊണ്ടോ ഒന്നുമല്ല, നെവിൻ ഭയങ്കര എന്താ പറയുക ഡിസേർവിങ് ആയതോ ഒന്നും കൊണ്ടല്ല. അത് ഔദാര്യം, വെറും ഷാനവാസിക്കയുടെ ഔദാര്യം കൊണ്ടാണ് നെവിൻ അവിടെ നിൽക്കാൻ പോകുന്നത്. നെവിൻ ഇൻ കേസ് നിൽക്കുവാണെങ്കിൽ, ഇതുവരെ അറിഞ്ഞിരിക്കുന്നത് നെവിൻ പോയിട്ടില്ല, നെവിൻ എല്ലാം പോയിട്ടേ എന്നാണ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത്, അറിയത്തില്ല. എനിവേ, ഈ നെവിൻ പോവുകയാണെങ്കിൽ ഇറ്റ്സ് വെരി ഗുഡ്. പോയില്ല എങ്കിൽ അത് ഷാനവാസിക്കയുടെ വെറും ഒരു ഔദാര്യം മാത്രം എന്നേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇന്നലെ നടന്ന വഴക്കിൽ അതുപോലെ തന്നെ ഷാനവാസിക്ക് നിന്ന് ഫിസിക്കൽ അസോൾട്ട് നടന്ന സംഭവത്തിൽ തന്നെ അനുമോൾക്കും ഫിസിക്കൽ അസോൾട്ട് നടന്നിരുന്നു. അതിനെപ്പറ്റി ആരും ഒരു വക സംസാരിക്കുന്നില്ല, ഒന്നും മിണ്ടുന്നില്ല. അതേപോലെ തന്നെ നെവിൻ എന്താ പറയുക, ആ പാലിൻ്റെ കുപ്പി മാത്രമല്ല എടുത്തെറിഞ്ഞിരിക്കുന്നത്, കേട് എടുത്തെറിഞ്ഞിട്ടുണ്ട്. അതാരും തന്നെ ചൂണ്ടിക്കാണിക്കുന്നില്ല. കേടിൻ്റെ കുപ്പി എന്ന് പറഞ്ഞാൽ കുറച്ച് ഹാർഡായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ പാലിൻ്റെ കുപ്പി ഹാർഡായിട്ടുള്ള കാര്യം, അതൊരു ഹാർട്ടിലേക്കാണ് പിടിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അനീഷിനോട് ഷാനവാസ് പറയുന്നതിനിടെ എനിക്ക് ശ്വാസം കിട്ടുന്നില്ലടാ എന്ന് പറയുന്നുമുണ്ട്. അതൊക്കെ നമുക്ക് ഭയങ്കര ബ്രേക്കിംഗ് ആയിട്ടാണ്. ഷാനവാസിക്ക് ഫാൻ അല്ലാത്ത ആൾക്കാരുകൾ കൂടി ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടൊരു നിമിഷമായിരുന്നു അത്. സീരിയസ്ലി 2-3 ദിവസമായിട്ട് ഷാനവാസിക്കനെയും അനുവിനെയും ഈ നെവിനും ആര്യനും അക്ബറും ത്രിമൂർത്തികൾ എന്ന് വെച്ചാൽ 3 വാഴകൾ ഭയങ്കരമായിട്ടും ടാർഗറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. എനിവേ, നമുക്കിത് നോക്കാം എത്രത്തോളം. കാരണം പ്രൊമോ അനുസരിച്ച് ഇപ്പം ഞാൻ സംസാരിക്കുന്നത്, ഇപ്പം നെവിൻ്റെ സ്ഥാനത്ത് ഷാനവാസിക്ക് ആയിരുന്നു എന്നെങ്കിൽ അവരെ ഉടനെ തന്നെ ഇജക്റ്റ് ചെയ്ത് അല്ലെങ്കിൽ എവിക്റ്റ് ആക്കി വിട്ടിരിക്കുന്നത്. എന്തുകൊണ്ട് നെവിനെ എവിക്റ്റ് ആക്കുന്നില്ല? അതാണ് എൻ്റെ ചോദ്യം. എനിവേ, അത് പോട്ടെ, നമുക്ക് നോക്കാം എത്രത്തോളം കാഠിന്യമായിട്ടാണ്. നിർത്തിപ്പൊരിക്കുന്നുണ്ടോ നെവിനെ? നിർത്തിപ്പൊരിക്കുമോ ലാലേട്ടൻ? ഭയങ്കര പ്രൊമോക്കയുടെ ക്യാപ്ഷൻ അങ്ങനെയായിരുന്നു, ഷാനവാസിനെ നിർത്തിപ്പൊരിച്ച് ലാലേട്ടൻ കഴിഞ്ഞ വീക്കിൽ. അങ്ങനെ ആ ഒരു മനുഷ്യനെ എത്രത്തോളം സങ്കടപ്പെടുത്താവോ, എത്രത്തോളം മാനസികമായിട്ട് ഡൗൺ ആക്കുമോ, അത്രത്തോളം ബിബിയുടെ ക്രൂവും ലാലേട്ടൻ അവിടെ ചെയ്തിട്ടുണ്ട്. എന്നാൽ ആ ആളിനെ തന്നെ മാനസികമായിട്ടും ഫിസിക്കൽ അസോൾട്ട് ചെയ്തപ്പോഴത്തേക്കും ആ ഫിസിക്കൽ അസോൾട്ട് ചെയ്ത ഒരാളിനെ അവരൊന്നും ചെയ്യുന്നില്ല. അവൻ്റെ അഹങ്കാരം 10 മടങ്ങായിട്ട് കൂടുകയുള്ളൂ ഇനിയായാലും. എനിവേ, നമുക്ക് നോക്കാം. എന്തായാലും എപ്പിസോഡ് കണ്ടതിന് ശേഷം നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാം. ഇന്നലെ നടന്നൊരു സംഭവത്തിൽ നെവിൻ പറയുന്നുണ്ട്, ഞാനൊന്നും ചെയ്തിട്ടില്ല, ഷാനവാസ് ഇങ്ങോട്ടാണ് വന്നത്, പാലെടുത്ത് അവൻ്റെ ദേഹത്തോട്ട് ഒഴിച്ചു എന്ന്. അത് ആരെങ്കിലും കണ്ടോ? നെവിൻ്റെ ദേഹത്തോട്ട് പാലൊഴിച്ചത് ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ചെയ്യുക.
നെവിൻ്റെ ദേഹത്തോട്ട് ആ പാലൊഴിച്ചെങ്കിൽ നിങ്ങളൊന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് നോക്കാം. എനിവേ സ്റ്റേ ട്യൂൺ ടു ചാനൽ ഫോർ മോർ അപ്ഡേറ്റ്സ്. താങ്ക് യു.